ഹലോ ഗായ്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ മിസ്ബത്ത് ലബിലേക്ക് ഇങ്ങനെ പോകണം, അവിടെ എത്തി, അതൊക്കെയായിരുന്നു. അപ്പോൾ ഇന്നത്തേത് അതിനുള്ളിൽ എന്തൊക്കെ കാണാനുണ്ട്, അവിടെ താമസിക്കുന്ന ആൾക്കാർ, അവിടുത്തെ ഫുഡ്, അവിടുത്തെ ഷോപ്പുകൾ ഒക്കെ നമുക്ക് അതൊക്കെ കാണാം. അപ്പോൾ നേരെ അതിൻ്റെ ഉള്ളിലേക്ക് പോവാണ്. കണ്ടോ, ഇവിടെയാണ് സ്റ്റാർട്ടിങ്. ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം, നേരെ താഴോട്ടേക്ക് പോകണം. അങ്ങനെ പോകുന്ന വഴിയും സൈഡിലെ കാഴ്ചകൾ അടിപൊളിയാണ്. അടിപൊളി വ്യൂ പോയിൻ്റൊക്കെ ഉണ്ട്. ഉണ്ടോ, നാടൻ വില്ലേജിൻ്റെ അതേ സ്റ്റൈല്. നാടൻ വില്ലേജ് തന്നെ അറിയാം. ഓ അവസാനം നമ്മൾ കേരളത്തിൽ എത്തിയില്ലേ. കേരളത്തിൻ്റെ അതേ ഫീലാട്ടോ. നല്ല വാഴത്തോട്ടങ്ങളുണ്ട്, ഈത്തപ്പായം. ഇതപ്പോൾ ഭൗതിക്കില്ലല്ലോ, തോട്ടങ്ങൾ. വെള്ളച്ചാട്ടോ, വെള്ളച്ചാപ്പോ. നടന്നോ നല്ല തോട്ടത്തിലൂടെ നടന്നു പോവാം. ഓക്കെ, സംഭവം അടിപൊളിയാണ്. നല്ല വഴി. യെസ്, ഓ ഇത് പൊളിയാടാ. അങ്ങനെ കുറച്ച് നടക്കാനുണ്ട്, അടിപൊളിയാണ് കേട്ടോ. ദ മിസ്ബ വേൾഡ് ഹൗസ്, ഇതാണ് നടക്കേണ്ടത്. യെസ്, ഓ ഒരു നടന്ന് മുന്നിലെത്തി. ഏതാ വഴി? ഇത് ഗൾഫാണോ അല്ലെ നാടോന്ന് മനസ്സിലാവില്ല. എന്താ കുഞ്ഞാ ഇത്? അത് നമ്മൾ നാട്ടിലെത്തിയോ? ഇതിൻ്റെ മറ്റേ കുറ്റിപ്പുറമല്ലാത്തത്. കുറേ വാഴകളൊന്നും കാണുമ്പോൾ നാടൻ വിചാരിക്കണ്ട. ഓക്കെ, ഇതെടുത്തി ഫുഡ് സ്പോട്ടാണ് ഇത്. ഇവിടുന്ന് ഫുഡ് കഴിക്കാൻ ഏരിയ ഉണ്ട് കേട്ടോ. ഫുഡെല്ലാം കഴിക്കാം. ഇവിടെ കുറേ പേരുണ്ട് കേട്ടോ. ഇന്ന് ലീവാലും കുറേ പേരുണ്ട്. ഓക്കെ, കുറേ പേര് ഇവിടുന്ന് ഫുഡ് കഴിക്കുന്നുണ്ട്. യെസ്, നടത്താം, ഫുള്ള് നടക്കാനുണ്ട്. പെരുന്നാളായതുകൊണ്ട് ആളിലാണ് വിചാരിച്ചത്. സംഭവം മുകളിൽ ആളില്ല, താഴെ നിറച്ച് ആളുണ്ട്. ഓക്കെ, ഏതാ വ്യൂ നോക്ക്, അടിപൊളിയാണ്. ഓ സംഭവം പൊളിച്ച്. ഇതാരല്ല പോകുന്നത്? നടന്നു. യെസ് യെസ്, അടിപൊളി. ഓ നടക്കുമ്പോൾ ശ്രദ്ധിക്കണം, ചെറിയ വഴികളാണ്. കുട്ടികളെ കൊണ്ടുപോകാൻ ശ്രദ്ധിക്കണം, കാരണം ഒന്ന് കാലി എത്തിയാൽ താഴെ ഉണ്ടാവും. ശ്രദ്ധിക്കണം. ഓക്കെ, എന്താ അശ്വിനെ നടന്നോ? ഓ ഈത്തപ്പഴ എന്തിമാണോ കഴിക്കണോ? ഇതിന് എടുത്ത് വെച്ചോട്ടോ. നല്ല അടിപൊളി ഈത്തപ്പഴ പകുത്ത് കിടക്കുന്നുണ്ട്. പകുത്തിക്കില്ല, മൂത്തിക്കേ ഉള്ളൂ. താഴോട്ടാ കൊണ്ടാ, താഴോട്ട് ഇറങ്ങട്ടെ. ആ എന്നാ അങ്ങോട്ട് എടുക്കാം. എങ്ങോട്ടാ പോണ തിരിയുന്നില്ല, കാരണം അത്രയും വഴിയുണ്ട്. ഓക്കെ, കാരണം ഒരു സ്ഥലത്തു നിന്ന് തന്നെ പല സ്ഥലത്തേക്കുള്ള വഴിയാണ്. ഓക്കെ, നല്ല ചീവിട്ടൽ സൗണ്ട് കേൾക്കുന്നുണ്ട്, കേൾക്കണ്ടോ? ഓക്കെ, നടക്കുക നടന്ന് കാഴ്ചകൾ കാണുക. ഓക്കെ, അവരങ്ങോട്ട് പോയി നേരെ പോകണമെന്ന് പറഞ്ഞിട്ട് അവരങ്ങോട്ട് അതിലേ പോയാ അശ്വിനെ. ഓക്കെ, എന്തായാലും അങ്ങോട്ട് ഒന്നും പോയി അതിലേ പോയിട്ടുണ്ട്. അതിലേ വേണ്ടേ? അതിലേ പോവാം. അതിൻ്റെ ഇടയിലേക്ക് ഈത്തപ്പഴം എടുത്ത് നിന്നല്ലേ. ഇതാ ഈത്തപ്പഴ കള്ളന്മാര് ഗ്യാപ്പ് ഈത്തപ്പഴം മറിക്കുന്നത്. ലൈവായിട്ട് ഈത്തപ്പഴം മറിക്കല്ലേ? ഓട്ടെ, ടേസ്റ്റ് ഉണ്ടോ? നല്ല മതി പറഞ്ഞ ഒറ്റയ്ക്ക് നിന്നല്ലേ കള്ള. നടക്ക് വാ. എങ്ങോട്ടാ? താവട്ടെ വേണ്ടേ? മൊത്തം ഈത്തപ്പഴം വാഴ. അതന്നെ, കുറെ വാഴകൾ വേക്കിലുണ്ട്, കുറച്ച് ഇവിടെയുണ്ട്. ആ നമ്മള് ചെറിയ വാഴകളാ. പോകുന്ന വഴി മൊത്തം ഈത്തപ്പഴം തന്നെ. ഇത്രയാ പച്ചയുണ്ട്, പകുത്തതുണ്ട്, മൂത്തതുണ്ട്. അത് നടന്ന് മുകളിലെത്തി. ഓ മുകളിൽ അടിപൊളിയാണ്. ചെറുതായിട്ട് വരുന്ന ഈത്തപ്പഴത്തോട്ടിലേക്കെല്ലാം പോകുന്ന വെള്ളമുണ്ട്. പിന്നെ നല്ല മാവുണ്ട്. മാങ്ങ ഉണ്ടെന്ന് മുകളിലേ, നല്ല നാടൻ മാങ്ങകളല്ലേ, നാടൻ മാങ്ങകൾ, നല്ല വഴികൾ. ശ്രദ്ധിക്കണം, ഫോണ് കൊണ്ട് പോകുമ്പോൾ ശ്രദ്ധിക്കണം. താഴെ ഉണ്ടാവും, താഴെ മണിക്കുണ്ടെങ്കിൽ. പോട്ടെ എടാ, വൈ ഇതിലടാ, വൈ മാറ്റണ്ടാ. ഒരു മോളൊക്കെ പോയേ. എവിടെ നോക്കി ഈത്തപ്പഴല്ലോ. എന്താ ഇത്? ഇതാ 1 2 3 4 ഈത്തപ്പഴം കൊണ്ട് തന്നെ ഈത്തപ്പഴം. സംഭവം അടിപൊളി. ഓക്കെ, നാരങ്ങ, ചെറുനാരങ്ങ ഉണ്ട്, നല്ല ചെറുനാരങ്ങകൾ. അങ്ങോട്ട് പോകാൻ ബുദ്ധിമുട്ടാണ്. ചെറുനാരങ്ങ
നല്ല ചെറുനാരങ്ങളുണ്ട്. എന്താ ഇതൊന്നും ഇവിടുന്ന് പറിക്കുന്ന കണ്ട പറയല്ല, പറിച്ച് നമ്മൾ ശ്രദ്ധിക്കണം, കണ്ടാൽ പ്രശ്നമാക്കും. ഓക്കെ, ഈത്തപ്പഴ തോട്ടങ്ങൾ കഴിഞ്ഞ് ഇനി കുറേ പാറകളുണ്ട്. പാറയും കോട്ട എന്തൊക്കെ കാണുന്നു ഇവിടെ. ഓ, ഇതെങ്ങോട്ട് വയ്യ, ഇങ്ങോട്ട് വയ്യുന്നില്ല കേട്ടോ. ഇതെല്ലാം ഗുഹയിലൊക്കെയുള്ള വയ്യ. ഇവിടെ അവസാനിച്ചു, ഇതല്ല വൈ. ഇങ്ങോട്ട് വയ്യില്ല, താഴോട്ടെ വൈ. വഴി ഇങ്ങോട്ട് കേട്ടോ, വഴി ഇങ്ങോട്ടാ. അങ്ങോട്ട് പോണോ? താഴോട്ട് പോപ്പരെ, അങ്ങോട്ട് വയ്യില്ല, പോട്ടെ, താഴോട്ട് പോട്ടെ. അങ്ങനെ നടന്ന് ഞങ്ങൾ ഒരു അടിപൊളി സ്പോട്ടിലെത്തിക്കുന്നുണ്ട്. മിസ്ബത്തുൽ നബിയിൽ വന്നാൽ ഈ ഒരു കാഴ്ച മിസ് ചെയ്യരുത്. ഏതാ കാഴ്ച? അടിപൊളി. ഓ, ഇത് സെറ്റ് കേട്ടോ. ഏതാ വെള്ളം? ഇവിടെ നേരെ താഴേക്കാണ് പോണത്. താഴെ ചെറിയ കുളമുണ്ട്, അതിലെ കൈ വെള്ളം പോകുന്നത് നേരെ താഴേക്കാണ്. ഉണ്ടോ? സംഭവം അടിപൊളിയാണ്. ഓക്കെ, ഇനി ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട്. ഓക്കെ, നമുക്ക് അങ്ങോട്ടേക്ക് പോവാം. ഇറങ്ങുമ്പോൾ ശ്രദ്ധിക്കണം, താഴെ വീണാൽ പണി കിട്ടും. ഓക്കെ, നടന്നോ? പൊളില്ലേ? അങ്ങോട്ട് കുഞ്ഞാ പൊളിച്ചില്ലേ? അത് പൊളിച്ചു. യെസ്. അപ്പോൾ നേരത്തെ മുകളിൽ പോയി അതിലേ പോയിട്ട് നമുക്ക് ഈ കാഴ്ച കാണാൻ പറ്റി. ഓക്കെ, അശ്വിൻ എന്താ നമ്മൾ സെയിം വയ്ക്കാൻ വന്നല്ലേ? ഇതിൻ്റെ അടിക്കണം, എൻ്റെ പേരടി കിട്ടും അടി. ഇനി നേരെ താഴേക്ക് പോകണം. നേരെ പോയിട്ട് താഴോട്ട് ലെഫ്റ്റിലേക്ക് അതൊന്നായിക്ക് പോട്ടെ, താഴേക്ക് പോവാം. ഓക്കെ, ആ വെള്ളം നേരെ പോകാൻ താഴെ കുളത്തേക്ക് കേട്ടോ. താഴെ വലിയ കുളമില്ലേ, അതിലേക്കാണ് പോകുന്നത്. താഴോട്ടേക്ക് നടക്കണം. ഓ, സ്റ്റെപ്പെല്ലാം കൂടെ സീനാട്ടോ. അപ്പോൾ അതൊക്കെ നടന്നില്ലെങ്കിൽ 2 പല്ലും പോകും മുന്നത്ത്. ഓക്കെ, ഇത് എങ്ങോട്ടാ വഴി എന്തെന്നാ കാണുമെന്ന് മനസ്സിലാവില്ല, കാരണം ഓരോ സ്ഥലത്താണുള്ളത്. ഓക്കെ, തോട്ടം തന്നെ മെയിൻ തോട്ടം, വാഴത്തോട്ടങ്ങൾ തന്നെ. വാഴത്തോട്ടം, ഈത്തപ്പഴ തോട്ടം. മുകളിൽ മൊത്തം റൂമും മറ്റേ ഓൾഡ് ഹൗസൊക്കെയാണ്. താഴെ മൊത്തം തോട്ടവും കൃഷി സ്ഥലങ്ങളൊക്കെയാണുള്ളത്. ഓക്കെ, നടന്ന് അവസാനം ഇവിടെ എത്തി. എങ്ങോട്ടൊക്കെ ഇവിടെ എത്തി. പോട്ടെ. ഇതെന്താ? അശ്വിനെ അടുത്ത് അടഞ്ഞുണ്ടോ? പൂരെങ്ങോട്ടാ പോയത്? ടീംസ് മൊത്തം നടന്നു പോയിക്കല്ലോ. പോട്ടെ. ആ, ഇതിലേ പോയേ. ഇതിൻ്റെ വഴി തന്നെയാണ്ടാ, നല്ല നാടൻ വഴികളുടെ ഒരു യാത്ര. ഓക്കെ, വെള്ളോ ഇത് എവിടത്തെ ഒരു പിടിയിലേടാ. ഇങ്ങോട്ട് തന്നെയാണ് വഴി. ഇത് എല്ലാവരും വെള്ളമല്ലോ. അതാ ഒരു സൗണ്ട് വെക്കുന്നു. എനിക്ക് തോന്നുന്നു അങ്ങോട്ടായിരിക്കോടാ. ഇവിടെ ചെറിയ കുളിക്കാനുള്ള സ്പോട്ടുണ്ട്. അതെങ്ങോട്ടാ പോണ മനസ്സിലാവുന്നില്ല. വഴി തെറ്റിയോ സംശയം. ഓക്കെ, എങ്ങോട്ട്? അശ്വിൻ പറഞ്ഞതാ വഴിയെന്ന്. അശ്വിൻ പറഞ്ഞാൽ പിന്നെ വേറെ വർത്താനില്ല. അശ്വിന് ഇത് മുന്നോട്ട് വന്നോണ്ട് കുഴപ്പമില്ല. ഓക്കെ, ഞാൻ താഴെ നോക്കാം, എത്തുമല്ലോ അവസാനം എവിടെയെങ്കിലും. ഓക്കെ, ആൾക്കാർ നടന്ന കാൽപ്പാട് നോക്കിയിട്ട് പോയാൽ അവിടെ എത്തും. കുഴപ്പമുണ്ട് അശ്വിനെ. ഇതാണ് അശ്വിൻ പറഞ്ഞ വഴി. കാൽപ്പാട് നോക്കി പോയിട്ടുണ്ടെങ്കിൽ താഴെ ഉണ്ടാവും. എത്തിയോ? യെസ്, അശ്വിൻ അങ്ങനെ സ്ഥലം കണ്ടുപിടിച്ചിരിക്കുകയാണ്. യെസ്, അവസാനം നമ്മൾ ആ സ്കൂട്ടർ എത്തിയിരിക്കുന്നു. ഓക്കെ, ഇവിടെ ഇത് ചെറിയ വാദിയാണല്ലേ? അവിടെയാടാ, ആ സ്ഥലത്താണ്. ഓക്കെ, ഇതിലേം പോവാം. ഓക്കെ, ആ ടീംസ് ഇങ്ങോട്ടാണ് പോയത്. ഇവിടെ കുളിക്കാനുള്ള സ്പോട്ടൊന്നും കാണില്ല കേട്ടോ. സ്പോട്ടൊന്നും ഇവിടെ ഇല്ല. ഇവിടെ ആകെ കാണുന്നത് കുറച്ച് മാങ്ങകളാണ് കേട്ടോ, നാടൻ മാങ്ങകൾ. ഓക്കെ, അടിപൊളി മാങ്ങ ഉണ്ട്. ഓക്കെ, നല്ല അടിപൊളി വലിയ മാങ്ങകളുണ്ട്. ഓക്കെ, താങ്ക് യു. ആഹാ, അവരെന്നാ നല്ല മാങ്ങ, നല്ല പൗത്ത മാങ്ങയാണ്. ഓക്കെ, ഇതിന് വഴി
इधर अच्छा प्लेस है? हाँ स्विमिंग के लिए? स्विमिंग नहीं है, पानी नहीं है? പാനി പക്ഷേ നീന്താൻ പറ്റില്ല പറയുന്നത്. എന്തായാലും നോക്കുക. നടന്ന് കളഞ്ഞല്ലോ. എന്തായാലും നോക്കുക. നല്ല മാങ്ങ വില കയ്യിൽ. അടിപൊളി മാങ്ങ വില കയ്യിൽ. അച്ഛ മാങ്ങ कैसा भाई? ठीक है ठीक है यूट्यूब है. मेरा नाम सर्च करो मोहम्मद शाहरुख. हाँ छोटा ब्लॉगर है, बड़ा नहीं भाई. इंशाल्लाह आएगा. ഓക്കെ തോട്ടത്തിലെത്തിയത്. ഇവിടെ കുളിക്കാനുള്ള സ്പോട്ടില്ല, നല്ല മാങ്ങത്തോട്ടാണ്. ഏതാ മാങ്ങകൾ, നല്ല ചെറിയ മാങ്ങ മുതൽ വലിയ മാങ്ങ വരുന്നുണ്ട്. എത്ര മാങ്ങകളാ നമുക്ക്. യെസ് പിന്നെ മാങ്ങ പറിക്കാൻ ഇവിടെ ഒന്നുമില്ല. അവരൊരു വലിയ കവറിലൊക്കെ കൊണ്ടുപോയത്, കണ്ടാടി കിട്ടും. ഓക്കെ പക്ഷെ ഇവിടുന്ന് കഴിക്കല്ലേ, അവർ കണ്ടാലേ പ്രശ്നമുള്ളൂ. ഓക്കെ അല്ല എന്നാ നമുക്ക് തിരിച്ചു പോയാലോ. മൊത്തം തോട്ടം തന്നെ, അങ്ങോട്ടൊന്നുമില്ല. നമ്മുടെ സ്ഥലം മാറിപ്പോയി. കുളിക്കുന്ന ഏരിയതല്ല, കുളിക്കുന്ന ഏരിയ വേറെ ബൈക്കാണ്. ഒരു മാങ്ങത്തോട്ടം കാണാൻ വേണ്ടി തന്നാ ഒലക്ക. ഇവിടെ മൊത്തം മാങ്ങയാടാ. എത്ര മാങ്ങയത്. എന്നാലും വന്ന സ്ഥിതിക്ക് ഒരു മാങ്ങ കഴിച്ചിട്ട് പോവാ. ഓക്കെ വെള്ളം നമ്മൾ മുകളിൽ കണ്ടടാ, ആ മുകളിലാണ് വെള്ളം, മുകളിലാണ്. അതാ പറഞ്ഞത്. പോവാൻ നല്ല തിരിച്ചു പോവാം. നമ്മൾ മാങ്ങ കുറച്ചിട്ട് മുകളിലേക്ക് പോവാം. അതൊക്കെ കുറച്ച് നല്ല കാര്യം. അങ്ങനെ മാങ്ങ തിന്ന് കഴിഞ്ഞു. താഴോട്ടേക്ക് നടക്കാം. താഴോട്ട് അടിപൊളി നല്ല മാങ്ങ. ഏതാ മാങ്ങ, ഏത് സൈസ് മാങ്ങ അല്ലേ. ഷംസു ഉണ്ടെങ്കിൽ നല്ല മാങ്ങ കേട്ടോ. ഷംസു വന്നില്ല. ഏതാ സ്പോട്ട്, അടിപൊളി സ്പോട്ട്, സെറ്റ് അല്ലേ. ഇവിടുന്ന് മാങ്ങ കുറച്ചുകൊണ്ട് കാഴ്ചകൾ കാണാം. എത്ര മാങ്ങകൾ. ഇപ്പം മാംഗോ സീസണല്ലേ, അതുകൊണ്ടാണ്. ഓക്കെ ഇനി പിന്നെ മുകളിലേക്ക് പോവാം. താഴേക്കിറങ്ങാൻ നല്ല സുഖമായിരുന്നു. ഇപ്പം മുകളിൽ കയറാനാകുന്നില്ല. രണ്ടെണ്ണം സൈഡായിട്ടുണ്ട്. എന്തേ കയറുന്നില്ലേ? നല്ല മാങ്ങ നിൽക്കല്ലോ, മാങ്ങ നിറച്ച് കയറിയല്ലോ. കാനില്ലേ എന്നാ ഒരു ജീവൻ ഇട്ടപ്പെടുത്തുന്നോ. വാ മുകളിലേക്ക് പോവാ. എൻ്റെ താഴേക്ക് ഇറങ്ങി വല്ല മുകളിലേക്ക് പോക്ക് കുറച്ചിറങ്ങാറാണ്. അപ്പോൾ കുട്ടികളെ കൊണ്ട് താഴെ തരണ്ട, മുകളിലേക്ക് നടക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാവും. അവസാനം ഞങ്ങൾ വന്ന സ്ഥലത്തെത്തി, സ്റ്റാർട്ടിങ് പോയിന്റ്. ഇവിടുന്ന് കുറച്ച് വെള്ളം കുടിക്കാം. നല്ല നാടൻ മലമുകളിൽ വയ്ക്കുന്ന വെള്ളമുണ്ട്. അത് കുടിച്ചോ. നല്ല വെള്ളം, തണുത്ത വെള്ളം. കുറച്ചോട്ടെ. അടിപൊളിയാണ്. അത് ഇരിക്കാൻ സമയമുണ്ട് ഇവിടെ. നല്ല ഇരുന്ന് കൊണ്ട് വെള്ളം കുടിക്കാം. മറ്റേ വണ്ണിൻ്റെ റൈറ്റ് ഹാൻഡ് വേണം. തണുത്ത വെള്ളമാണ്, തണുത്ത വെള്ളം. ഇപ്പോൾ ഒരു കാര്യം മനസ്സിലായി, ഇത് മലമുകളിൽ വരുന്ന വെള്ളമല്ല, ഇത് ഫ്രിഡ്ജിലെ വെള്ളമാണ്. ഇത്തവണ ഫുള്ളും മലമുകളിൽ വരുന്ന. ഓക്കെ ഇനി നമുക്ക് ആദ്യം കുറച്ച് ഫുഡ് കഴിക്കാം. അപ്പോൾ ബാക്കി വീഡിയോ ഫുഡ് കഴിച്ച് കാണാം. ഓക്കെ എടാ അവിടെ കഴിക്കാൻ സൗകര്യമുണ്ട്, ചെറിയ ഇരിക്കാൻ സൗകര്യമുണ്ട്. ഇവിടുന്ന് ഫുഡ് കഴിക്കാം. ഞങ്ങൾ മുകളിലേക്ക് പോകുന്ന. ഇവിടെ വേറെ കുറേ ആൾക്കാർ വരുന്നുണ്ട്. ഓക്കെ കുളിക്കാനോ? കുളിക്കാൻ പറ്റില്ല, അവിടെ ഒന്ന് ക്ലോസ് ആക്കി ഇട്ടിട്ടുണ്ട് വെള്ളം. കൃഷിക്കുള്ള വെള്ളം പോകുന്നുണ്ട്, അവിടെ ഒന്നുമില്ല. ഇവിടുന്ന് ഫെസ്റ്റ് എടുക്കാൻ പോകുന്നുണ്ടോ അല്ലേ? ഒരു ചോദിച്ചാൽ പറഞ്ഞോ. താഴെ കാണാൻ നല്ല തോട്ടങ്ങളുണ്ട്, മാങ്ങ, ഈത്തപ്പായം, വാഴകൾ തന്നെ. ഓക്കെ ഓക്കെ ഇനി മുകളിലേക്ക് പോവാം. ഇനി ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് ബാക്കി പറയാം. ഓക്കെ